ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? നമുക്കൊരു പുതിയ ട്രാവൽ വ്ളോഗിലേക്ക് പോയാലോ? ഇത്തവണ ഞങ്ങൾ പോകുന്നത് ഡെസേർട്ട് സവാരിക്കാണ്. അമ്മയ്ക്ക് ന്യൂ ഇയറിന് ഒരു സ്പെഷ്യൽ ട്രീറ്റ് പോലെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തതാണ്. അപ്പം ഞാനുണ്ട്, ജാസുണ്ട്, സുഷിയുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഡെസേർട്ട് സവാരിക്ക് പുറപ്പെടുകയാണ്. 31-ാം തീയതി രാത്രി ന്യൂ ഇയർ ആയിട്ടാണ് ഒരു പാർട്ടി ആയിട്ടാണ് ഡെസേർട്ട് സവാരി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പോകുന്നേരം ഞങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു തമാശ ഒപ്പിച്ചാലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു പരിപാടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആ പരിപാടിയാണ്, ചെറിയൊരു ഷോ ഓഫ്. ഞാനും അമ്മയും സുഷിയും ജാസും ഒത്തിരി കൂടിയ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ തമാശകൾ ഒപ്പിക്കാതിരിക്കില്ല. പിന്നെ ഞങ്ങളുടെ സ്വന്തം സാരഥി ജാസുവിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ജാസു ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി, ഞങ്ങളെ ഡെസേർട്ട് സവാരി കൊണ്ടുപോകാൻ വേണ്ടി അബുദാബിയിൽ നിന്ന് വന്നതാണ് പാവം. അപ്പോൾ അവൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ ഡെസേർട്ട് സവാരിയിലേക്ക് പുറപ്പെട്ടത്. ഭയങ്കര കാഴ്ചകളൊക്കെ കണ്ട് യാത്രയൊക്കെ അത്ര നല്ല രസകരമായിരുന്നു. സമയം പോയത് അറിഞ്ഞേയില്ല. കൽബ ടു ഷാർജ പോകണം. ഷാർജയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡെസേർട്ട് സവാരിക്ക് പോകാനുള്ള പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സെറ്റാക്കിയിരിക്കുന്നത്. ഷാർജ ബോർഡർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഷാർജ സഹാറ സെൻറ്റർ അവിടെ വെച്ചിട്ടാണ് പിക്കപ്പ് ഡ്രോപ്പ് പറഞ്ഞിരിക്കുന്നത്. സഹാറ സെൻറ്റർ അടുത്ത് എത്തി കഴിഞ്ഞപ്പം ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നതിന് മുന്നേ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഷാർജ അൽനാദയിലുള്ള ഇക്കൈസ് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. വലിയ തിരക്കടില്ലായിരുന്നു. മീൻ പൊരിച്ചൊന്നും അത്ര രസമില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വയറും ഓക്കെ ആയി. പിന്നെ നേരെ സഹാറ സെൻറ്ററിൽ പോയി അവിടെ കുറച്ച് കറങ്ങി അമ്മയ്ക്ക് സഹാറ സെൻറ്ററൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ വണ്ടിക്കേക്ക് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് ഡിലേ ആയി, എന്നാലും പിക്കപ്പ് വന്നു. നേരെ ഡെസേർട്ടിലേക്ക് വിട്ടു. ഡെസേർട്ടിൽ ജസ്റ്റ് റീച്ച് ചെയ്തു. അമ്മ ആദ്യമായിട്ടാണ് ഡെസേർട്ട് കാണുന്നത്. എപ്പോഴും ഇവിടെ വന്നപ്പോൾ ചോദിക്കുന്നത്, ഇവിടെ ഈ മരുഭൂമി എവിടെയാണ്. അങ്ങനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ കാറിൽ കയറി. ആദ്യം തന്നെ യാത്രയാണ്. ഡെസേർട്ടിലൂടെയുള്ള ഒരു സാഹസിക യാത്രയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു കാറ് ഞങ്ങൾക്കായിട്ട് വേണ്ടി വന്നായിരുന്നു. ആ കാറിൽ ഞങ്ങൾ 4 പേരും കയറി. ഭയങ്കര ഒരു യാത്ര തന്നെയായിരുന്നു അത്. എന്തായാലും ഭയങ്കര എൻജോയ് ചെയ്തു. ഒരു അഡ്വഞ്ചർ ട്രിപ്പ്. മുൻപ് ഞാനിതിൽ ഡെസേർട്ട് സവാരിക്ക് പോയിട്ടുണ്ട്. പഴയൊരു കമ്പനിയിൽ ഞങ്ങൾക്ക് ആനുവൽ പാർട്ടി എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തത് ഡെസേർട്ട് സവാരിയിലായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇത്തവണ ഡെസേർട്ട് സവാരി സെറ്റ് ചെയ്തത്. ഇത് എൻ്റെ കൂടെ വരുന്ന 3 എണ്ണവും ഡെസേർട്ട് സവാരി പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെസേർട്ട് സവാരി ന്യൂ ഇയറിന് പ്ലാൻ ചെയ്തപ്പോൾ ജാസു ചാടി വന്നായിരുന്നു. ഞാനും ഉണ്ട് എന്നും പറഞ്ഞിട്ട് അബുദാബിയിൽ നിന്ന് വന്നതാണ്. സുഷിയും ആദ്യമായിട്ടാണ് ഡെസേർട്ട് സവാരി പോകുന്നത്. ആ സുഷിക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത്. നേരത്തെ പോകാൻ ഇരുന്നതാണ്, പക്ഷെ സുഷി ഇതുവരെ പോയിട്ടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അവൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരുമിച്ച് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത്. അപ്പം അത് അവനെയും കൂട്ടാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരു അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കാണാം എത്ര മാത്രം അഡ്വഞ്ചറാണ് ഈ ഡെസേർട്ടിലൂടെ യാത്ര ചെയ്യുന്നതെന്ന്. അങ്ങനെ എളുപ്പമൊന്നും ഈ ട്രാവൽ ഓടിക്കാൻ പറ്റുന്നൊരു വഴികളൊന്നുമല്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സൊക്കെ വേണം. പാകിസ്ഥാനിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടെ ഉള്ളത്. പക്ഷെ ആൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് തന്നു. നല്ല വൈബിലാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തുന്നതൊന്നും അറിയാനേ പറ്റിയില്ല. നല്ല രസകരമായിരുന്നു. ഒരുപാട് കൂടെ വേറെ കാറുകൾ അപ്പുറവും ഇപ്പുറവും ഞങ്ങളെ ചുറ്റും ഉണ്ടായിരുന്നു. കാരണം പാരലായിട്ട് പല രീതിയിലും ആൾക്കാർ പോകുന്നുണ്ട്. ഈ ഡെസേർട്ട് സവാരിയിൽ അങ്ങനെ ഇന്ന റൂട്ട് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം പല റൂട്ടിലും നമുക്ക് പിടിക്കാം. അഡ്വഞ്ചറായിട്ട് പിടിക്കാം, നോർമൽ ട്രിപ്പ് പിടിക്കാം. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും ഏത് കമ്പനിയാണ് എന്താണ് എന്നുള്ളത്. ഞങ്ങൾ അഡ്വഞ്ചർ എന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. നല്ല രസമായിരുന്നു. പാട്ടുകളൊക്കെ വെച്ച് അവിടെ എത്തിയതൊന്നും അറിഞ്ഞില്ല. അമ്മയാണെങ്കിൽ ആദ്യം ഞാൻ അമ്മേനെ നന്നായിട്ട് പേടിപ്പിച്ച് വെച്ചിരുന്നു. ഡെസേർട്ട് സവാരിന് കാറിൽ ഭയങ്കര അഡ്വഞ്ചർ യാത്രയായിരിക്കും, തലയൊക്കെ മുട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര റിസ്കി പരിപാടിയിലേക്കാണ് പോകുന്നത്, അമ്മയെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെയുള്ളത്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പറയുന്നത് വയറ് നിറച്ചൊന്നും കഴിക്കുക വേണ്ട, ചിലപ്പം അത്രയും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നൊക്കെയുള്ള.
അപ്പോൾ അതിൻ്റെ ഒരു പേടി തുടക്കത്തിൽ അമ്മയ്ക്കുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നുള്ളത്. പിന്നെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ബാക്കിലൊക്കെ ഇരുന്ന്. ഞാനായിരുന്നു ഫ്രണ്ട് സീറ്റിലിരുന്നത്, സുഷി ഏറ്റവും ബാക്കിലായിരുന്നത്, ജാസും അമ്മയും നടുവ് സീറ്റിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ അടിപൊളിയായിരുന്നു യാത്ര. എന്തായാലും പറഞ്ഞു കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന് പറഞ്ഞായിരുന്നു ഒരു വണ്ടി, ജോബിന്റെ വണ്ടി, അവനെ തലയൊക്കെ ഇടിച്ച് അങ്ങനെ അവസാനം ഞങ്ങൾ ഈ അഡ്വഞ്ചർ യാത്ര കഴിഞ്ഞ് നേരെ ഡെസേർട്ട് സഫാരിയുടെ മെയിൻ ലൊക്കേഷനിലെത്തി. ഇനി ഞങ്ങൾ പരിപാടികളൊക്കെ ഇവിടെ നിന്നാണ് കാണുന്നത്. അവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ. കുതിര സവാരിയുണ്ട്, ഒട്ടകത്തിൻ്റെ ക്യാമൽ സവാരിയുണ്ട്, അങ്ങനെ ഒരുപാട് പിന്നെ ബൈക്ക് റൈഡുണ്ട്, കാർ റൈഡുണ്ട്, ഇതെല്ലാം ഉണ്ട് അവിടെ. എല്ലാത്തിനും പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും ഒരു ക്യാമൽ റൈഡ് എടുത്തു. നല്ല രസമായിരുന്നു. വളരെ ഷോർട്ട് ട്രിപ്പാണ്, എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ക്യാമൽ കയറുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഡെസേർട്ട് ക്യാമലൊന്നും കയറിയില്ല. അന്ന് കുട്ടികൾക്ക് മാത്രമായിരുന്നു ക്യാമൽ അനുവദിച്ചിരുന്നത്. ഇത്തവണ ഞാനും ജാസും എന്തായാലും കയറി. അമ്മയും സുഷിക്കും പേടി. സുഷിക്ക് പിന്നെ മൃഗങ്ങളോട് ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അവൻ്റെ ഒരു പോളിസി അത് അവനുള്ളതുകൊണ്ട് അവനത് കയറിയില്ല. അമ്മയ്ക്ക് പേടിയുള്ളതുകൊണ്ട് അമ്മ കയറിയില്ല. പക്ഷേ ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മയ്ക്ക് നല്ല ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അമ്മയ്ക്ക് നാട്ടിൽ കുറേ ഫാൻസൊക്കെ ഉള്ളതാണ്, കുറേ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അയച്ചു കൊടുക്കണമെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളായ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങളും അമ്മയും കൂടെ നല്ല വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. കുറേ നടക്കുമ്പം ഈ മരുഭൂമിയിലാണ് നടക്കുമ്പോൾ നല്ല വൈബാണ് നമുക്ക്. അതിൻ്റെ മരുഭൂമി പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ്, ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അത്രയും തണുപ്പുണ്ട്, നമുക്ക് അത്ര ചൂടറിയത്തില്ല, നല്ല കാറ്റും ഒക്കെ ആകുമ്പം നമുക്ക് അവിടെ ഇങ്ങനെ കുറേ കാമായിട്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ നടന്നു, സംസാരിച്ചു, നല്ല വൈബായിരുന്നു. എന്തായാലും അമ്മയ്ക്ക് ന്യൂ ഇയറിന് ഇങ്ങനെയൊരു വിരുന്ന് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇവിടെ UAE വന്നിട്ട് ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഞാൻ അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ട്. സാധാരണ ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അവസാനത്തെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ളൊരു കാര്യമായിരുന്നു ഡെസേർട്ട് സവാരി. ആ ബക്കറ്റ് ലിസ്റ്റും കൂടെയാണ് ഞാനിതിലൂടെ ആഡ് ചെയ്യുന്നത്. പിന്നെ സുഷിയുടേതായ ഓരോരോ കളികൾ, അവനും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവനും കുറേ പോസൊക്കെ ചെയ്ത് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവന് ആദ്യമായിട്ടാണ് ഡെസേർട്ട് സവാരി എൻജോയ് ചെയ്യാൻ വരുന്നത്. ഇത്രയും എനിക്ക് തോന്നുന്നു 10-12 വർഷമായി UAE ഉണ്ടായിട്ടെന്ന് തോന്നുന്നു. എന്നിട്ടും ഡെസേർട്ട് സവാരിക്ക് അവൻ പോയിട്ടില്ല. അങ്ങനെ UAE കുറേ പേരുണ്ട്, പലതും എൻജോയ് ചെയ്യാൻ പറ്റാത്തത് അവരെ ഓരോരോ സാഹചര്യം വെച്ചിട്ട്. ഞാനെന്തായാലും എല്ലാം ദുബായിൽ ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി പുതുതായിട്ട് വന്നത് ഒഴിച്ചിട്ട് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഈ കൽബയിലേക്ക് വന്നത്. കൽബയിൽ അത്രയും കുറച്ച് റിമോട്ട് ഏരിയയാണ്, നമ്മളെ നാടുംപുറം എന്ന് പറയുന്ന പോലത്തെ സ്ഥലമാണ്. അതുകൊണ്ട് അത്രയും വലിയ എൻജോയ്മെൻ്റ് ഒന്നും കൽബയിൽ ഉണ്ടാവില്ല. ദുബായിൽ മാക്സിമം ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നതുള്ളതുകൊണ്ട് എനിക്കങ്ങനെ പരാതിയോ പരിഭവമോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മ വരുമ്പം ഇവിടെയൊക്കെ കൊണ്ടുപോകണം, ഞാൻ പോയ സ്ഥലത്ത് ഞാൻ കണ്ട കാര്യങ്ങൾ ഇതൊക്കെ അമ്മേനെ കൊണ്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഞാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ജസ്റ്റ് വീഡിയോക്കോ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഞങ്ങൾ ജാസുമായിട്ട് കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തു. ഇതൊക്കെ എടുക്കുന്നത് അമ്മയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരുള്ള സീഡൊക്കെ എടുക്കുന്ന അമ്മയാണ്. പക്ഷേ അമ്മ എടുത്താൽ അറിയാമല്ലോ, തല ഉണ്ടാവില്ല, വാലുണ്ടാവില്ല, ചിലപ്പോൾ നന്നാവില്ല, ചിലപ്പോൾ അങ്ങോട്ടുള്ളത് ഇങ്ങോട്ടുള്ളത് എന്നൊക്കെയായിരുന്നു. പക്ഷെ എന്തായാലും ഇത്തവണ അമ്മ എടുത്തപ്പം വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ഇതാണ് ഞങ്ങൾ ഡെസേർട്ടിന് തുള്ളിക്കളിയായിരുന്നു. ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു ത്രില്ല് സുഷിക്കും ജാസുവിനും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇവരോട് കൂടിക്കഴിഞ്ഞാൽ അതെപ്പോഴും വൈബ് തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡെസേർട്ടിൻ്റെ സവാരീൻ്റെ മെയിൻ സംഭവങ്ങൾ നടക്കുന്ന ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു പ്ലേസ് ഉണ്ട്, അവിടേക്ക് കയറിയിരുന്നു. അവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. VIP സെക്ഷൻ ഉണ്ട്, VVIP സെക്ഷൻ ഉണ്ട്, നോർമൽ സെക്ഷനൊക്കെ ഉണ്ട്.
ഞങ്ങൾ VIP സെക്ഷനിലാണ് കയറിയത്. അതിൻ്റെ ഒരു ടാഗ് ലൈനാണ് ഈ കയ്യിൽ ഒട്ടിച്ച് തരും. നമുക്ക് ആ എൻട്രൻസ് കയറുമ്പം അവർ VIP സെറ്റപ്പിൽ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലൊരു സ്റ്റാമ്പ് ഒട്ടിച്ച് തരും. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിശാലമായ വേറൊരു സ്ഥലത്തേക്കാണ്, വേറൊരു സ്ഥലം അതിൻ്റെ തന്നെ വേറൊരു പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഒരു അൺലിമിറ്റഡ് ഫുഡ് കിട്ടും, അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് കിട്ടും, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ നമ്മളായ പ്രൈവറ്റ് ഏരിയ ഉണ്ട്, നമുക്ക് കാണേണ്ട കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര സമാധാനത്തിനും വൃത്തിയായിട്ടും അവിടെ ഇരുന്ന് ആസ്വദിച്ച് കാണാം. കുറച്ച് പേയ്മെൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ അവിടെ ഹന്ന ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, കയ്യിലിട്ട് ഹന്ന മൈലാഞ്ചി ഇടുന്ന സംഭവം. അവിടെ പോയപ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം മൈലാഞ്ചി ഇടണമെന്ന്. അപ്പോൾ അവിടെ മൈലാഞ്ചി ഹന്ന ഇടുന്ന ചേച്ചി എടുത്ത് ചെറുതായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഫ്രീ ആണ്, പൈസ ആകുമ്പം ഫ്രീ ആയതുകൊണ്ടാണ് ഇത്ര ചെറുത്. പൈസ കൊടുത്ത് അവർ വലുതാക്കിയിട്ട് തരും, പക്ഷെ അമ്മയ്ക്ക് ചെറുതായിട്ട് മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു സംഭവം, ഒരു പൂ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. അമ്മയൊക്കെ മൈലാഞ്ചി ഇട്ടിട്ട് കുറേ കാലങ്ങളായി, അതുകൊണ്ട് മൈലാഞ്ചിയുടെ ഒരു എങ്ങനെയാണ് കാണണം എന്ന സെറ്റപ്പ് എല്ലാം ആസ്വദിക്കണം. അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അമ്മ ദുബായിൽ നിന്ന് എല്ലാം കാണണം, എല്ലാം ആസ്വദിക്കണം, ഒന്നും വിട്ടുപോകരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഓരോ പ്ലാൻ ചെയ്ത്, അമ്മ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഡയറിയിൽ ഓരോന്ന് പ്ലാൻ ചെയ്ത് ടിക്ക് ചെയ്ത് അവിടെ എങ്ങനെ പോകണം, എപ്പോൾ വരണം, എങ്ങനെ നിൽക്കണം, എന്തൊക്കെ അമ്മേനെ കാണിക്കണം, അമ്മേനെ എങ്ങനെ സന്തോഷിപ്പിക്കാം. ഇവിടുന്ന് പോയി 2 മാസം അമ്മയ്ക്ക് എന്താ പറയുക, സമയം പോയത് അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ എല്ലാം പക്ക പ്ലാനായിരുന്നു. ഈവൻ റൂട്ട് മാപ്പ്, അതിൻ്റെ ചിലവുകൾ ഒക്കെ, ചിലവൊക്കെ അത്രയും കൃത്യമായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കയ്യിൽ നിന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ അമ്മയുടെ സന്തോഷം കാണുമ്പം എനിക്ക് അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തോന്നും. പൈസ പിന്നെയും നമുക്ക് സമ്പാദിക്കാമല്ലോ, പിന്നെയും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത്തരം മൊമെൻറ്റ്സ് ഒന്നും, അമ്മയായിട്ടുള്ള ഇത്തരം മൊമെൻറ്റ്സ് ഒന്നും പിന്നെയും സമ്പാദിക്കാൻ പറ്റില്ല. എനിക്ക് അച്ഛനോട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അമ്മയിലൂടെയാണ് ചെയ്തു തീർക്കുന്നത്. കാരണം അച്ഛന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സാഹചര്യവും സമയവും ഒന്നും ദൈവം തന്നില്ല. അപ്പോൾ ഇനി അമ്മയായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്നപ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ദൈവത്തിനോട് പരാതി പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പിന്നെ എപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവസരം തന്നല്ലേ, എന്തുകൊണ്ട് നീ അത് യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് ചോദിക്കാൻ ഇടവരുത്തല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ അമ്മ വന്നപ്പോൾ എല്ലാവരുടെയും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പോയില്ലേന്ന് ആരും ചോദിക്കാത്ത വിധത്തിൽ എല്ലാം എന്താ വിധത്തിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, കുറച്ച് പൈസ കൂടിയതാണെങ്കിലും പോലും, യാത്രാ ചിലവുകളുണ്ടെങ്കിൽ പോലും ഞാനത് മാക്സിമം എന്നാലാവുന്ന രീതിയിൽ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു അറേബ്യൻ ലൈക്ക് അങ്ങനത്തെ ഡിഷസൊക്കെയാണ്. അമ്മയ്ക്ക് പിന്നെ ഈ ഡിഷസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് ചെയ്യാൻ ഒരുപാടൊന്നും കഴിക്കില്ല, എല്ലാം തൊട്ട് നോക്കലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ എല്ലാവരുടെയും പോയി എന്താണെന്നറിയും, എല്ലാം നോട്ട് ചെയ്ത് വെക്കും. പിന്നെ വീഡിയോഗ്രാഫറിൻ്റെ മെയിൻ ആളാണ്. അതിപ്പം എനിക്കെങ്ങനെയാണ് ആ ഒരു ത്രില്ല് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മുന്നേ എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ പറയും അത് അമ്മേൻ്റെ നിന്ന് കിട്ടിയതാണ്. അമ്മ അത്രയും എല്ലാ ഫോട്ടോസ് എടുക്കും, എല്ലാ വീഡിയോസ് എടുക്കും. എന്താ പറയുക, അമ്മയ്ക്ക് സമയം പോകുന്നത് ഇതൊക്കെയാണെന്ന് പറയാം. പിന്നെ അതൊക്കെ സ്റ്റോറി ഇടും, അതൊക്കെ ഫ്രണ്ട്സിന് അയച്ചെടുക്കും. അവരുടെ ഓരോ കാര്യങ്ങൾ അവർ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇവിടുത്തെ ഡിഷസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല, അത്രയും വെറൈറ്റി ഡിഷസൊക്കെയാണ്. പക്ഷെ നാട്ടിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല മധുരത്തിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഞാനധികം മധുരത്തിൻ്റെ ഐറ്റംസാണ് എടുത്തത്. എനിക്ക് മധുരത്തോട് കുറച്ച് കമ്പമുള്ളതുകൊണ്ട് അതാണ് ഞാൻ കൂടുതൽ കഴിച്ചത്. നിങ്ങൾ കാണുന്നത് പല വെജിറ്റബിൾ ഐറ്റം ഉണ്ട്, വെജ് ഐറ്റം ഉണ്ട്, നോൺ വെജ് ഐറ്റം ഉണ്ട്. നമുക്ക് നമ്മളിഷ്ടമുള്ളതിന് ഇപ്പോൾ VIP പാസ് എടുത്തുകൊണ്ട് നമുക്ക് ഏതും നമുക്ക് കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ സമയക്രമം ഒന്നുമില്ല. മറ്റേ നോർമൽ പാസിലായിരുന്നെങ്കിൽ ഇന്ന സമയം, ഒരു നിശ്ചിത സമയം, അരമണിക്കൂർ എന്നുള്ള ഈ സമയത്ത് അവിടെ ഒരു സ്റ്റോർ ഉണ്ടാവും. ആ സ്റ്റോറിൽ പോയി അവിടെ ഉള്ളത് എന്താണോ അത് കഴിച്ച് പോകാവുന്ന അങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതായിരുന്നു ചൂസ് ചെയ്തത്. പിന്നെ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വന്നാണ് VIP പാസ് ഉണ്ട്, നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ VIP പാസിലേക്ക് എടുത്ത് ഇങ്ങോട്ട് വരികയായിരുന്നു.
അതെന്തായാലും നല്ല തീരുമാനമായിരുന്നു പിന്നീട് തോന്നി. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാം സമാധാനത്തിലിരുന്ന് ആസ്വദിക്കാനൊക്കെ പറ്റിയല്ലോ. ഇനി ഒരുപാട് പരിപാടികൾ ഇതിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനു മുന്നേ ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കി ഫ്രീ ആയിട്ടിരിക്കാം എന്ന രീതിയിലാണ് ഇങ്ങനെ ഇരുന്നത്. എന്തായാലും ഫുഡിൻ്റെ ഐറ്റംസൊക്കെ കണ്ടിട്ട് ശരിക്കും കണ്ണ് തള്ളിപ്പോയി. റൈസിൻ്റെ പല വിഭവങ്ങളാണുള്ളത്. നെയ്ച്ചോറ്, ബിരിയാണി, അറേബ്യൻ സ്റ്റൈലുള്ള എല്ലാം അറേബ്യൻ സ്റ്റൈലാണ്. നമുക്ക് എല്ലാം ഒരു മോശമില്ലാത്ത ടേസ്റ്റൊക്കെ ആയിരുന്നു. എനിക്ക് നമ്മുടെ നാടൻ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് പ്രത്യേകിച്ച് കപ്പ, മീൻകറി, ചോറ്, അങ്ങനത്തെ വൈബൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രത്തോളം എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും എത്ര പിടിച്ചില്ല. ഞാൻ വളരെ കുറച്ച് കേസരിയൊക്കെ ഉണ്ടായിരുന്നു, മധുരത്തിലെ കേസരി, അത് കഴിച്ചു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ കുറച്ച് റൈസ് കഴിച്ചു, പിന്നെ കുറച്ച് നാൻ കഴിച്ചു, ചിക്കൻ കഴിച്ചു, അങ്ങനെ. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെയൊക്കെ. പക്ഷേ സുഷിക്കും ജാസും ഒക്കെ അമ്മയും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം അത്രയും ഇഷ്ടമായിരുന്നു. ഇവിടെ ഓരോ സെക്ഷനും ഓരോന്നുണ്ട്. ഫുഡിന് വേറെ സെഷൻ ഉണ്ട്. പിന്നെ ഗ്രില്ലിങ് സെഷനുണ്ട്. ആ സ്പോട്ടിൽ ഗ്രില്ല് ചെയ്ത് തരുന്നതാണ് ചിക്കൻ ഐറ്റംസൊക്കെ. അത് നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാം ഗ്രില്ല് ചെയ്ത് തരുന്ന സ്ഥലമുണ്ട്. ചിക്കൻ ഐറ്റംസ്, ഫിഷ് ഐറ്റംസ് ഒക്കെ ഗ്രില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ല വൈബായിരുന്നു മൊത്തത്തിൽ. ഇതാണ് ഗ്രില്ലിങ് സെഷൻ. ഇവിടെ നിന്നാണ് ഗ്രില്ല് ചെയ്ത് കിട്ടുന്നത്. എല്ലാ ഐറ്റം നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടും. അവർ തന്നെ സ്പോട്ടിൽ ഗ്രില്ല് ചെയ്ത് തന്നത്. ഇത് നാനാണ്, ബട്ടർ നാനാണ്. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ സ്പോട്ടിൽ ചൂടാക്കി തരുന്നതാണ്. ഗ്രില്ലിങ് സെഷനാണ് ഇത്. ഫിഷിൻ്റെ സെക്ഷനാണിത്. തൊട്ടപ്പുറത്ത് തന്നെ ചിക്കൻ്റെ സെഷനും ഉണ്ട്. ഇതാണ് ചിക്കൻ സെഷൻ. ഇവിടുന്ന് നമ്മളിങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടും. ഒരു മടിയും വേണ്ട. നമ്മൾ ചോദിക്കുന്ന പോലും കിട്ടിക്കൊണ്ടിരിക്കും. ഞാനൊന്നധികം കഴിച്ചില്ല. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വലിയ വെറൈറ്റി ഐറ്റംസൊക്കെ ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഞാൻ സ്ഥിരം കഴിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതെനിക്കും ഫേവറേറ്റാണ്. അല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ അങ്ങനെ ഒരു ഇഷ്ടം തോന്നാറില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് ഇതാണ്, എല്ലാത്തിനും ടേസ്റ്റ് അറിയണം. അമ്മയ്ക്ക് വിശപ്പിനല്ല, അതെന്താണെന്ന് അറിയണം, അത്രയേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ബുർജ് ഖലീഫ ദുബായ് മാളിൽ പോയപ്പം അമ്മ KFC, അമ്മയ്ക്ക് KFC കഴിക്കണം എന്നുള്ള പൂതി കൊണ്ട് KFC വാങ്ങി. പക്ഷേ കഴിച്ച് അമ്മ ഒരു കഷ്ണമേ കഴിച്ചുള്ളൂ, പിന്നെ തൊട്ടിട്ടില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് വയറ് നിറയ്ക്കലായിരുന്നു. അതോടെ അമ്മേനോട് ഞാൻ പറഞ്ഞു, ഇനി ഇമ്മാതിരി വെറൈറ്റി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വരരുത്, KFC എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വരരുത്. കാരണം അതോടെ അമ്മയ്ക്ക് KFC മടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഒരു വൈബ്. രാത്രിയാണ്, ഒരു സമയം ഒരു 8 മണിയൊക്കെ ആയി. എന്നിട്ട് 8 മണിയാകുമ്പോൾ ആണ് നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം തുടങ്ങുന്നത് തന്നെ. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ VIP പാസ്സില്ലേ, ആ പാസ്സിലേക്ക് കടക്കുന്ന ഒരു എൻട്രൻസ് സെക്ഷനാണിത്. അപ്പോൾ അത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കായിട്ടൊരു ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ടാവും. ആ ഏരിയ പോയിട്ട് ഇരിക്കാം. എന്നിട്ട് അവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്ക് എത്ര കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഞങ്ങളെടുത്ത ഫുഡ്. ഞങ്ങളെല്ലാം പ്ലേറ്റിലാക്കി ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്ത് ഇരിക്കാൻ നല്ല രസം. ഞാനും കുറേയൊക്കെ എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് പക്ഷേ എല്ലാം ഒന്നും അത്രയ്ക്ക് പിടിച്ചില്ല. എന്നാലും അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങാനായി. ആദ്യത്തെ പരിപാടി ഫയർ ഷോ ആണ്. എനിക്ക് നല്ലൊരു അത്ഭുതമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂ ഇയർ പരിപാടി സെറ്റാവുന്നത്. ന്യൂ ഇയറിന് എന്തായാലും നല്ലൊരു വൈബായിരുന്നു കിട്ടിയത്. ഒരു യാത്ര തന്നെ, ന്യൂ ഇയറിനൊരു യാത്ര എന്ന് പറയുമ്പോൾ ഈ വർഷം മൊത്തം യാത്രകൾ ഉള്ളൊരു വർഷമാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ഫയർ വർക്ക്സ് തുടങ്ങാനുള്ള പരിപാടി തുടങ്ങി. ഇനി നിങ്ങൾക്ക് ഈ ഡെസേർട്ട് സവാരിയിൽ ഓരോ പരിപാടികളും കണ്ടാസ്വദിക്കും.
പാറ്റയാണ്. ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ.
ഒന്നാള് വീഡിയോ ആണ് ഒരു സെക്കൻഡ് ഇവന്റെ കൊറേ സിംഗിൾ കുറച്ച് ഫോട്ടോസ് എടുക്കും ഒന്നും എടുത്തില്ലല്ലോ നമുക്ക് ബലിഡ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സമയമാവാറായി തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പതിയെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പോവാണ്. വണ്ടി വരുന്ന സമയമാകുമ്പോൾ വണ്ടിയിൽ കയറിപ്പോവും. വണ്ടി എന്തായാലും വരാൻ കുറച്ച് ഡിലേ ആവും. ഞങ്ങൾ കുറച്ച് ഒട്ടകത്തിൻ്റെ അടുത്തൊക്കെ പോയി കളിക്കുകയായിരുന്നു. ജാസു ഒട്ടകത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ നോക്കിയായിരുന്നു. ഒട്ടകം അവനെ കണ്ടതും വയലൻ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ അതൊരു ചെറിയ പേടിയായി.
ജാസുവിന് അവന് സുഖമില്ല, ജലദോഷമൊക്കെ ഉണ്ട്. ഈ തണുപ്പത്ത് വന്നിട്ട് പാവം ഞങ്ങൾക്ക് വേണ്ടി അബുദാബിയിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്. എന്തായാലും അത് അവനും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവനുള്ളതുകൊണ്ട് സുഖ യാത്രയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, അവിടെ എല്ലാവരും കൂടെ സെറ്റ് ചെയ്താണ്. വണ്ടി വരുന്നവരെ എല്ലാവർക്കും ഇരുന്ന് മറ്റേ ചൂട് കുറച്ച് തണുപ്പൊക്കെ മാറ്റി ചൂടടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ അമ്മയും ഈ ക്യാമ്പ് ഫയർ എന്ന സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയും അവിടെ ഇരുന്ന് ക്യാമ്പ് ഫയറിലെ ചൂടൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും പോയിരുന്നു, കുറച്ച് കഴിഞ്ഞ് സുഷിയും പോയിരുന്നു, ജാസുവും പോയിരുന്നു. എല്ലാവരും അമ്മേൻ്റെ കൂടെ നല്ല വൈബായിരുന്നു. അമ്മ ഇങ്ങനെ ഞങ്ങളോട് പറയുമായിരുന്നേ, എന്നോട് പ്രത്യേകിച്ച് അമ്മയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി പുറത്തിറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, യാത്ര ചെയ്യുന്നത്, ട്രിപ്പ് പോകുന്നത്, അതുപോലെ ന്യൂ ഇയറൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നത്. അതൊക്കെ അമ്മയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ അച്ഛനുണ്ടായിരുന്നപ്പോഴൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ തന്നെയാണ് ആഘോഷിച്ചത്. ന്യൂ ഇയറൊക്കെ ടി വിയിലൊക്കെ കണ്ടാണ് ആഘോഷിച്ചതെന്നൊക്കെ അമ്മ പറയുമായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയൊരു അവസരമാണ് അമ്മയ്ക്ക് ആദ്യമായിട്ട് പുറത്തിറങ്ങാനും ഇങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയെന്നുള്ളത്. പണ്ട് അമ്മ, അച്ഛൻ, ഞാൻ, വാവ ഇങ്ങനെ ഞങ്ങൾ 4 പേര് മാത്രമല്ല വളരെ ചുരുങ്ങിയ ലോകത്ത് കഴിഞ്ഞിരുന്ന അമ്മേനെ ഇപ്പം ഞങ്ങൾ എന്താ പറയുക, എല്ലാവരുടെയും എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ന്യൂ ഇയറൊക്കെ ഞാൻ വെടിക്കെട്ടൊക്കെ ഞാൻ അമ്മേനെ കാണിക്കണം എന്നുള്ളൊരു എനിക്ക് അത്രയും ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. അമ്മ അത്രയും എല്ലാം കണ്ട് എൻജോയ് ചെയ്യണം, അമ്മ സന്തോഷത്തോടെ ഇരിക്കണം എപ്പോഴും എന്നുള്ളത്. അമ്മേൻ്റെ ലൈഫിൽ അമ്മ ആസ്വദിക്കാത്തതൊക്കെ അമ്മ ആസ്വദിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം പ്ലാൻഡായിരുന്നു. അതുപോലെ തന്നെ എല്ലാം നടക്കുകയും ചെയ്തു. ഈശ്വരാനുഗ്രഹത്തിൽ എല്ലാം സാധിച്ചിട്ടുമുണ്ട്. അമ്മ ഹാപ്പിയാണ്, അമ്മേൻ്റെ ലൈഫിൽ അമ്മ ഹാപ്പിയാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് മതി. അങ്ങനെ കാത്തിരുന്ന് വണ്ടി വന്നു. കുറേ നേരം കാത്തിരുന്ന് ഞങ്ങൾ ഒരു മണിക്കൂറോളം കാത്തിരുന്നിട്ട് വണ്ടി വന്നു. കാരണം അത്രയും ആളുകളുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർ ആദ്യം വന്നവരിങ്ങനെ കൊണ്ടാക്കിയിട്ടാണ് തിരിച്ച് വണ്ടി വരണം. അപ്പം തിരിച്ച് വണ്ടി ഞങ്ങൾ വന്ന് ഇങ്ങനെ വണ്ടി കയറി പോവാണ്. എന്തായാലും ഇന്നത്തെ ഡെസേർട്ട് സഫാരി ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ 4 പേർക്കും അത്രയും എൻജോയ് ചെയ്തായിരുന്നു. 3 പേര് ആദ്യമായിട്ട് കാണുക, എൻജോയ് ചെയ്യാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം 3 പേര് ആദ്യമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ കൂടെ ആണല്ലോ, ഞാൻ കാരണമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കും കുറച്ച് സന്തോഷം. എന്തായാലും ഞങ്ങൾ നേരെ ഡെസേർട്ട് സഫാരി പോയിട്ട് ന്യൂ ഇയർ വെടിക്കെട്ട് കാണണം എന്നൊരു ആലോചനയിലാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. എന്തായാലും കിട്ടുമോയെന്നറിയില്ല. ഇവിടുന്ന് ഇപ്പം സമയം 9 മണിയായി. ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഫുജേറ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ന്യൂ ഇയർ പിടിക്കാം. ഫയർ വർക്ക്സ് ഒക്കെ അവിടെ കോർണിഷിൽ ഫയർ വർക്ക്സ് ഉണ്ട്. അങ്ങനെ കാറിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല സോഫ്റ്റ് റൊമാൻറ്റിക് പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ പോവാണ്. അമ്മേൻ്റെ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ ഇത്, ഉയരെ. അതൊക്കെ ഇട്ട് നേരെ ഫുജേറയിൽ പോവാണ്. ഫയർ വർക്ക്സ് ആണ്. ഫയർ വർക്ക്സിൽ കണ്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ അടിപൊളി ന്യൂ ഇയർ അടിപൊളിയാവും. 2026 ഒരു അടിപൊളി വർഷമായിട്ട് എല്ലാവർക്കും. അതിൻ്റെ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡിലേ ആയിപ്പോയി. ഓക്കെ, ഇനി പോകുമ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവം കേൾക്കാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ എന്താണെന്ന്.